എല്ലാവർക്കും നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ബികോം BBA വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ എന്നത്. അതിൽ ആത്മകഥാ സാഹിത്യ വിഭാഗമുണ്ട്. അവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് നഷ്ടബോധങ്ങളില്ലാതെ എന്നത്. ദേവിക നിലയം കൊണ്ട് എഴുതിയതാണ്. അതിന്റെ ആദ്യ ഭാഗങ്ങളെ കുറിച്ച് ആദ്യത്തെ 8 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ അവസാനത്തെ 2 അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത്. 9ഉം 10ഉം അധ്യായങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് വിവരിക്കുന്നത്. ഇവിടെ ദേവക നിലയംകോട് തന്റെ വിവാഹത്തിന്റെ ആ ഒരു പ്രായം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. 15ാം വയസ്സിലാണ് ദേവക നിലയംകോട് പകരാവൂർ ഇല്ലത്തിൽ നിന്നും നിലയങ്കോട് ഇല്ലത്തേക്ക് വിവാഹം കഴിച്ച് എത്തുന്നത്. ഈ നിലയങ്കോട് ഇല്ലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിഷ്കൃതമായിട്ടുള്ള ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു ഇല്ലം ആയിരുന്നു ഈ നിലയങ്കോട് ഇല്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേവകിക്ക് പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അവിടെ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു എന്നും കൂടെ ദേവകി ഇവിടെ ഓർമ്മിക്കുകയാണ്. ഇവിടെ 1944 മുതൽ 1948 വരെ യോഗക്ഷേമ സഭയുടെ കീഴിൽ രൂപീകരിച്ച അന്തർജന സമാജത്തിൽ ദേവകി പ്രവർത്തിച്ചു. 1 വർഷം ദേവകി അതിന്റെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യം അഭിമാനത്തോടു കൂടെ ദേവകിയോട് ഓർമ്മിക്കുകയും ചെയ്യാണ്. ഇതിന് ശേഷം ദേവകി പറയുന്നത് തന്റെ ആദ്യത്തെ പൊതുപ്രവർത്തനത്തെ കുറിച്ച് പറയാണ്. ദേവകി നിലയംകോട് ചെയ്ത ആദ്യത്തെ പൊതുപ്രവർത്തനം അത് 1944 യോഗക്ഷേമ സഭയോട് ചേർന്നാണ് അത് ചെയ്യുന്നത്. അവിടെ അത് ഇങ്ങനെയാണ്. ഓങ്ങല്ലൂർ എന്ന സ്ഥലമുണ്ട്, പട്ടാമ്പിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് ഓങ്ങല്ലൂര്. അവിടെ 70 വയസ്സുള്ള ഒരാള് 10-15 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹം ചെയ്യാൻ പോകുന്ന കാര്യം ഇവിടെ യോഗക്ഷേമ സഭക്കാർ അറിഞ്ഞു. ഈ സമാജത്തിലുള്ളവര്, അതായത് ദേവകി നിലയംകോടും ബാക്കി സമാജത്തിലുള്ള ആളുകളെല്ലാം കൂടെ അത് തടയാൻ വേണ്ടി ചെന്നു. കാരണം പ്രായത്തിന് തന്നെ വലിയൊരു വ്യത്യാസമാണ്. ആ വിവാഹം തടയാൻ വേണ്ടിയിട്ട് ചെന്നു. അവര് തടയാൻ വേണ്ടിയിട്ട് ആ വരനെ തടയാൻ വേണ്ടിയിട്ട് ആ വീടിന് മുമ്പിൽ, വിവാഹം നടക്കാൻ പോകുന്ന വീടിന്റെ മുമ്പിൽ വേലിക്ക് മുമ്പിൽ നിലയുറപ്പിച്ചു. പക്ഷെ ഇവരെ പറ്റിച്ചുകൊണ്ട് ആ 70 വയസ്സുള്ള ആ വൃദ്ധനായ മനുഷ്യനെ, നമ്പൂതിരിയെ, ബാക്കിയുള്ള ആളുകളൊക്കെ പുറകുവശത്തോടുകൂടെ ഈ വീടിന്റെ പുറകുവശത്ത് ഉള്ള വേലിയൊക്കെ പൊളിച്ച് അതിലൂടെ ഉള്ളിൽ കൊണ്ടുവന്ന് കണ്ണു വെട്ടിച്ച് കൊണ്ടുവന്ന് അവർ വിവാഹം നടത്തുകയും ചെയ്തു. അപ്പൊ തന്റെ ആദ്യത്തെ പൊതുപ്രവർത്തനം അങ്ങനെ വെറുതെ ആയിപ്പോയി, പരാജയമായി പോയി എന്നുള്ള കാര്യം കൂടെ ദേവകി ഇവിടെ ഓർമ്മിക്കുകയാണ്. പിന്നീട് 1945 സുപ്രസിദ്ധമായിട്ടുള്ള ഓങ്ങല്ലൂർ സമ്മേളനം നടന്നതിനെ കുറിച്ചും ദേവകിയുടെ ഓർമ്മിക്കുകയാണ്. ഓങ്ങല്ലൂർ സമ്മേളനം, അതിനെ വിശദാംശങ്ങൾ പിന്നീട് ദേവകി പറയുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ വെച്ചാണ് EMS നമ്പൂതിരിപ്പാട് നമ്പൂതിരിയെ മനുഷ്യനാക്കണമെന്ന ആശയം പ്രഖ്യാപിക്കുന്നത്. EMS നമ്പൂതിരിപ്പാട് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു നമ്പൂതിരിയെ മനുഷ്യനാക്കണം. അതായത് ഇല്ലത്തിലുള്ള ഇരുട്ടിൽ നിന്ന് മാറ്റി വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന് നമ്പൂതിരി മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടി അവർക്കുള്ള അവസരം ഒരുക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് പ്രഖ്യാപിക്കുകയാണ്. ഇതില് ഈ സമ്മേളനത്തിലെ പുരുഷന്മാരോടൊപ്പം തന്നെ ധാരാളം അന്തർജനങ്ങളും ഇതിൽ പങ്കെടുത്തു എന്നുള്ള കാര്യം ദേവകി ഓർമ്മിക്കുകയും ചെയ്യാണ്. ഈ ഓങ്ങല്ലൂര് വെച്ച് 1945 നടന്ന ഈ സമ്മേളനത്തിന് ശേഷമാണ് അന്തർജന സമാജം എന്ന സംഘടന രൂപീകരിക്കുന്നത്. അന്തർജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്തർജന സമാജം എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നതും ഈ ഓങ്ങല്ലൂർ സമ്മേളനത്തിന് ശേഷമാണ്. ഈ അന്തർജന സമാജത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടി ഇവിടെ ദേവകി നിലയംകോട് കുറിക്കുന്നുണ്ട്. അതായത് അന്തർജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്തുകയായിരുന്നു ഈ അന്തർജന സമാജത്തിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയുടെ ആവശ്യം അവര് സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അവര് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിധി തന്നെയാകണോ നമ്മുടെ കുട്ടികൾക്കും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവര് ഓരോ യോഗം ആരംഭിക്കുന്നതും അന്തർജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്തത്. കാരണം അന്തർജനങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത്, അവരുടെ വിധി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ ഇല്ലങ്ങൾക്കുള്ളിൽ തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടണം, വിദ്യാഭ്യാസം നേടാൻ അവകാശമില്ല, തൊഴിൽ ചെയ്യാനുള്ള അവകാശമില്ല, പുറത്തുപോയി തൊഴിൽ ചെയ്യാനുള്ള അവകാശമൊന്നുമില്ല, അത് തന്നെ നമ്മുടെ കുട്ടികൾക്കും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ ബോധവൽക്കരണ പരിപാടികൾ ഈ അന്തർജന സമാജത്തിലുള്ളവർ നടത്തുകയും ചെയ്തു. അവർ പറഞ്ഞു നമുക്ക് പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ല, ലോകം കണ്ടിട്ടില്ല, കയ്യിൽ കാശില്ല, തൊഴിൽ വേണമെങ്കിൽ പഠിപ്പ് വേണം, അതുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഈ രീതിയിലായിരുന്നു ഈ അന്തർജന സമാജത്തിലുള്ള ആളുകളുടെ സംസാര രീതിയും അവരുടെ ബോധവൽക്കരണ രീതി എന്ന് പറയുന്നത്. ഈ സമാജത്തിലെ പ്രധാനപ്പെട്ട 2 ആളുകൾ, അവരെ നയിച്ചിരുന്ന 2 ആളുകളാണ് പാർവതി നെന്മണിമംഗലവും ആര്യ പള്ളം എന്നു പേരുള്ള 2 സ്ത്രീകളാണ് ഇവരെ നയിച്ചിരുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികൾ എന്ന് പറയുന്നത്. ഈ അന്തർജന സമാജത്തിന്റെ മീറ്റിങ്ങുകൾക്ക് വരാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ സ്ത്രീകൾക്കൊക്കെ നല്ല താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രായം ചെന്ന ഈ നമ്പൂതിരി ഇല്ലങ്ങളിലെ പ്രായം ചെന്ന പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഇവരെ, ഈ ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെ ഇതിനു വേണ്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട് അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ദേവകി ഇവിടെ ഓർമ്മിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ഈ 1945 ഓങ്ങല്ലൂരുള്ള സമ്മേളനത്തിന് ശേഷം ശുഗപുരത്ത് വെച്ച് പിന്നീട് ഒരു സമ്മേളനം നടക്കുകയാണ്. യോഗക്ഷേമ സഭയുടെ ഒക്കെ ആയിട്ടുള്ള ഒരു സമ്മേളനം നടക്കുകയാണ്. ഈ സമ്മേളനത്തില് അന്തർജനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമ്മേളനമായിരുന്നു ഈ ശുഗപുരത്ത് വെച്ച് നടന്ന സമ്മേളനം എന്ന് പറയുന്നത്. പക്ഷെ അന്തർജനങ്ങൾ മാത്രമല്ല, ധാരാളം പുരുഷന്മാരും അതിൽ പങ്കെടുത്തായിട്ട് ഈ ദേവകി ഓർമ്മിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതില്
പങ്കെടുത്ത പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു VT ഭട്ടതിരിപ്പാട്. പുതിയ തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകണം, അവരെ തൊഴിൽ ചെയ്യുന്നവരാക്കണം എന്ന് അദ്ദേഹം ഈ യോഗത്തിൽ പ്രസ്താവിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവര് പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ്. ഇതിനുശേഷം ഈ ശുഗപുരം സമ്മേളനത്തിന് ശേഷം ഈ അന്തർജനങ്ങളെ വീടുകളിലെ ഒക്കെ ഇല്ലങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടുള്ള ബോധവൽക്കരണ യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവര് ഇല്ലങ്ങളിൽ കയറിറങ്ങും അവർ ചെയ്തിരുന്നത് അടുത്ത തലമുറയെ വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു തൊഴിലും വരുമാനവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയാണ് അവരിങ്ങനെ ഇല്ലങ്ങളിൽ കയറി ഇറങ്ങി സംസാരിച്ചതെന്നൊക്കെ. അപ്പൊ ചില ഇല്ലങ്ങളിൽ നിന്നൊക്കെ അവർക്ക് തിരസ്കരണങ്ങൾ ഉണ്ടായി, പക്ഷെ കൂടുതൽ സ്ഥലങ്ങളിലും അവരെ സ്വീകരിക്കുക തന്നെ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ വിദ്യാഭ്യാസവും തൊഴിൽ പരിചയവും ഇല്ലാത്ത അന്തർജനങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ചെറിയ തൊഴിലുകൾ പരിശീലനം നൽകാനായിട്ട് ഒരു കേന്ദ്രം തുടങ്ങാനും കൂടെ ഈ അന്തർജന സമാജം പ്ലാൻ ഇടുകയാണ്. അപ്പൊ അവർ പ്ലാൻ ഇടുക മാത്രമല്ല, അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക കൂടെ ചെയ്തു. ഒറ്റപ്പാലത്ത് ചിറമംഗലം മനയുണ്ട്, ആ മനയുടെ ഒരു ഭാഗത്ത് അവര് ഈ പരിശീലന കേന്ദ്രം ആരംഭിക്കുകയാണ്. അതായത് അന്തർജനങ്ങൾക്ക് തൊഴിൽ പരിശീലനം കൊടുക്കാവുന്ന ഒരു പരിശീലന കേന്ദ്രം ആരംഭിച്ചു. VT ഭട്ടതിരിപ്പാടാണ് ഈ പരിശീലന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പല ഇല്ലങ്ങളിൽ നിന്നും അന്തർജനങ്ങൾ അവിടെ വന്നു അവര് തൊഴിൽ കേന്ദ്രത്തിൽ ഒരുമിച്ച് താമസിച്ച് നൂൽപ്പ്, നെയ്ത്ത്, കടലാസ് കൊണ്ട് കവർ നിർമ്മിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പഠിക്കുകയും ചെയ്തു. ഏതാണ്ട് 40 മുതൽ 50 പേര് വരെ ഇവിടെ ഈ പരിശീലന കേന്ദ്രത്തിൽ വന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ദേവിക ഓർമ്മിക്കുകയാണ്. ആ സ്ത്രീകളൊക്കെ അവിടെ ഈ തൊഴിൽ പഠിക്കാൻ വേണ്ടി തൊഴിൽ പരിശീലിക്കാൻ വേണ്ടി വന്ന സ്ത്രീകൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം രചിക്കുകയും അഭിനയിക്കുകയും ചെയ്തതിനെ കുറിച്ചും ഇവിടെ ദേവക നിലയങ്കോട് ഓർമ്മിക്കുകയാണ്. അപ്പൊ അത് ചരിത്രപരമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു നാടകമാണ്, കാരണം വിപ്ലവം സൃഷ്ടിച്ച ഒരു നാടകമാണ്. ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തില് സ്ത്രീകൾ എഴുതി, സ്ത്രീകളെ സംവിധാനം ചെയ്ത്, സ്ത്രീകൾ അഭിനയിച്ച ആദ്യത്തെ നാടകമായിരുന്നു ഈ തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നുള്ള നാടകം കൂടെ. ഇവിടെ ഈ തൊഴിൽ പരിശീലന കേന്ദ്രം ഏകദേശം ഒരു 9 മാസം മാത്രമേ ഇത് പ്രവർത്തിച്ചുള്ളൂ. കാരണം അവിടെ ഒന്ന് താമസിക്കാൻ വേണ്ടി അന്തർജനങ്ങളുടെ ബുദ്ധിമുട്ട് കൂടിക്കൂടി വന്നപ്പം അംഗസംഖ്യ പതിയെ കുറയുകയാണ്. അങ്ങനെ ആ പരിശീലന കേന്ദ്രം അടച്ചുപൂട്ടുകയും ചെയ്തു. ഇവിടെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? വെറും അടക്കളക്കാരികളായിരുന്ന തന്നെ പോലുള്ള അന്തർജനങ്ങളെ അരങ്ങത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സംരംഭങ്ങൾക്ക്, അതായത് യോഗക്ഷേമ സഭയ്ക്കും അന്തർജന സമാജത്തിനും ഈ പരിശീലന കേന്ദ്രത്തിനുമൊക്കെ സാധിച്ചു എന്ന് ഓർമ്മിച്ചെടുത്തുകൊണ്ട് ദേവിക നിലയങ്കോട് 9ാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഇനി 10ാമത്തെ അധ്യായം. 10ാമത്തെ അധ്യായം വളരെ ചുരുക്കമായിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചുരുക്കമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഈ ആത്മകഥ അവസാനിപ്പിക്കുകയാണ് ദേവിക നിലയങ്കോട് ചെയ്യുന്നത്. 10ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ട് ആദ്യം പറയുന്നത് 1950 ശേഷം യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം ഇല്ലാതായി എന്ന് ദേവിക നിലയങ്കോട് ആദ്യമേ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലൊക്കെ അവരുടെ ഈ തറവാടുകളൊക്കെ സ്വത്ത് ഭാഗം വെച്ച് കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്പൂതിരി ഇല്ലങ്ങളിലെ ആളുകളൊക്കെ മാറി തുടങ്ങിയ വലിയൊരു മാറ്റത്തെക്കുറിച്ചും ദേവകിയോട് ഓർമ്മിക്കുകയാണ്. ഇവിടെ ദേവകി ഭർത്താവും കുട്ടികളും ഉണ്ടായിരുന്ന നിലയങ്കോട് ഇല്ലം, ആ തറവാട് ഭാഗം വെച്ച് അവരെ ഒരു പുതിയ വീട്ടിലേക്ക്, ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റുന്നു. അങ്ങനെ പുതിയ വീട്ടിലെത്തി കഴിയുമ്പോൾ ദേവകി ഭർത്താവും തങ്ങളുടെ കുട്ടികളെയൊക്കെ പഠിക്കാൻ വേണ്ടി വിടുന്നുണ്ട്. ഇങ്ങനെ നമ്പൂതിരി ഇല്ലങ്ങളിലെ കൂട്ടുകുടുംബ സമ്പ്രദായം ഇങ്ങനെ പതിയെ മാറി വരികയും ചെയ്യാണ്. മിക്കവാറും എല്ലാ നമ്പൂതിരി കുടുംബങ്ങളിലും ഇങ്ങനെയുള്ള മാറ്റം ഉണ്ടായതായി കൂടെ ദേവകി ഇവിടെ ഓർമ്മിക്കുകയാണ്. അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി, കുട്ടികൾ പഠിക്കാൻ വേണ്ടി പോയി തുടങ്ങി, സ്ത്രീകള് തൊഴിലുകൾ അഭ്യസിച്ച് വീടിന് പുറത്തുള്ള ജോലികൾക്ക് പോയി തുടങ്ങി. ഇങ്ങനെ നമ്പൂതിരി ഇല്ലങ്ങളിൽ പതിയെ മാറ്റങ്ങൾ വന്നു തുടങ്ങി എന്ന് ദേവിക ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോഴാണ് യോഗക്ഷേമ സഭ മെല്ലെ പിൻവാങ്ങിയത്. കാരണം യോഗക്ഷേമ സഭയുടെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്പൂതിരി ഇല്ലങ്ങളിൽ മാറ്റം സൃഷ്ടിക്കാനും നമ്പൂതിരിയെ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ പിന്നീട് അത് കാലക്രമേണ മാറുമെന്ന് മനസ്സിലായപ്പോൾ യോഗക്ഷേമ സഭ മെല്ലെ പിൻവാങ്ങുകയാണ് ചെയ്തത്. വർഷങ്ങൾ കൊണ്ട് എല്ലാം മാറി പറഞ്ഞതായിട്ട്, എല്ലാം നവീകരിക്കപ്പെട്ടതായിട്ടും കൂടെ ദേവകി ഈ ആത്മകഥ എഴുതുമ്പോൾ ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. ദേവകി നിലയങ്കോട് തന്റെ ആത്മകഥ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ സന്ദർഭത്തിൽ എന്റെ ഈ ചെറിയ ആത്മകഥാക്കുറിപ്പ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനിമേലിൽ അന്തർജനങ്ങൾക്ക് മാത്രമായി ഒരു ആത്മകഥയില്ല, അതായത് അന്തർജനങ്ങൾ മാത്രമായിട്ട് ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടില്ല എന്നുള്ള അർത്ഥം വെച്ചുകൊണ്ട് ദേവിക നിലയങ്കോട് തന്റെ ആത്മകഥ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഈ ആത്മകഥയിൽ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഇല്ലങ്ങളിലുള്ള കാര്യങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ജീവിത രീതികൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ നഷ്ടബോധങ്ങളില്ലാതെ എന്ന ആത്മകഥയിൽ ദേവിക നിലയങ്കോട് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കേൾക്കുക, പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.